രാവിലെ കൊയ്യാൻ പോവാണോ? നല്ല ഭംഗിയുള്ളൊരു കുടില്, അവിടെ കണ്ടതുപോലെ തന്നെ. ഹായ്, കുറച്ചുകൂടെ ചെറിയ കുടിലാട്ടോ അത്, പക്ഷേ നല്ല രസമാണ് കാണാനായിട്ട്. വാ, പാട്ട വെച്ചിട്ടുണ്ടല്ലോ. അതെന്താണ് ഈ പാട്ട വെച്ചത്? അതിനകത്ത് നിറയെ മീനാന്ന് പറഞ്ഞു. ഇതൊരു വലിയൊരു കിണറാന്ന് പറഞ്ഞു. കിണർ മീൻസ് വലിയ നീളത്തിലുള്ളൊരു കുഴിക്കകത്താണ് ഈ വെള്ളം കിടക്കുന്നത്. ഭയങ്കര ആഴാന്ന് പറഞ്ഞു. എന്തൊക്കെ മീനുകളാണ് ഇവിടെ ഉള്ളത്? ഗപ്പീസിന്റെ കുറെ വെറൈറ്റീസ് ഉള്ളത്. പിന്നെ ബിഗ് ഇയർ, ചില്ലി മുസക്കിന്റെ, പിന്നെ റെഡ് സാൻഡ്. ഇതിനെങ്ങനെയൊക്കെ റേറ്റ് ഒക്കെ? റേറ്റ് പേര് ഇതില് നെറ്റില് ഗൂഗിളിൽ 300 രൂപ. നമ്മളതിന് അടിച്ചിട്ട് നെല്ലുണക്കിയിട്ട് ഇത് ചാക്കുകളിലാക്കിയിട്ട് കളപ്പുരക്കകത്തോട്ട് സൂക്ഷിച്ചു വെക്കും. കളപ്പുര ഒന്ന് കേൾക്കണം അല്ലേ? ഓക്കെ, സാറാണ് തീറ്റിട്ട് കൊടുക്കുന്നത്. കേട്ടോ, നോക്കട്ടെ വരുമെന്നോ. ഹായ്, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു. നമ്മളങ്ങനെ വയനാട് യാത്രയൊക്കെ കഴിഞ്ഞ്, വയനാട്ടിലെ ആ ഒരു താൽക്കാലിക യാത്രയൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ നേരെ പാലക്കാട് എത്തിയിരിക്കുകയാണ്. നിലമ്പൂർ വഴി നമ്മൾ നേരെ പാലക്കാട് വന്നു. നമ്മൾ അങ്ങോട്ട് പോയതും നിലമ്പൂർ വഴിയാണ്. നമ്മുടെ സന്തോഷേട്ടൻ്റെ വീട്ടിലൊക്കെ കിടന്നിട്ടാണ് പോയത്. അങ്ങനെ നമ്മൾ പാലക്കാട് എത്തി. പാലക്കാട്ടിൽ മുഹമ്മദ് ഖായുടെ അളിയനുണ്ട്, അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് നമ്മൾ ഇന്നലെ വന്ന് കിടന്നത്. എത്തിയപ്പോഴത്തേന് ലേറ്റായി, നേരം വെളുത്തു. എനിക്ക് തോന്നുന്നു ഒരു 4:30-5 മണിയായി കാണും വയനാട്ടിൽ നിന്ന് നമ്മൾ നേരെ പാലക്കാട് എത്തിയപ്പോഴത്തേനും. അങ്ങനെ നമ്മളിവിടെ വന്ന് റെസ്റ്റൊക്കെ എടുത്ത് രാവിലെ ഫ്രഷായി എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ട്, 10 മണി കഴിഞ്ഞു. കാരണം നമ്മൾ എത്തിയപ്പോഴത്തേനും ലേറ്റ് ആയല്ലോ. അപ്പോൾ കുറച്ച് നേരം കിടന്നില്ലെങ്കിൽ പിന്നെ നല്ല ക്ഷീണമായിരിക്കും. അങ്ങനെ ഉറങ്ങി എണീറ്റ് റെഡിയായി. ഞാൻ ആദ്യം ഫ്രഷായി. നമ്മൾ നിൽക്കുന്ന സ്ഥലം കൊല്ലങ്കോട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. കൊല്ലങ്കോടാണ് നമ്മുടെ മുഹമ്മദ് ഖായുടെ അളിയൻ്റെ വീട്. അടിപൊളി ഒരു സ്ഥലമാണ്, ഞാൻ കാണിച്ചു തരാം. ഒരുപാട് വയലും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം കൃഷിപ്പണിക്കാരനാണ്. അതോടൊപ്പം തന്നെ പഴയ കാലത്തെ ഒരു തറവാട് വീടും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ യാത്രയും ഇന്നത്തെ ഒരു അനുഭവം എന്ന് പറയുന്നത് പാലക്കാട്ടിലെ കാഴ്ചകളൊക്കെയാണ്. കാരണം പാലക്കാട്ടിലെ ഒരു ഗ്രാമ കാഴ്ചകൾ, കർഷകർ, വയൽ, അങ്ങനെയുള്ള പഴയകാല വീടും അതോടൊപ്പം അതിനോട് ചേർന്നുള്ള സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം കാട്, മല, പുഴ, മഞ്ഞ് അതൊക്കെയായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. ഇന്ന് നേരെ തിരിച്ചാണ്. കൃഷിത്തോട്ടങ്ങൾ, വയലുകൾ, മീനിൻ്റെ ചെറിയൊരു കുളമൊക്കെ ഉണ്ട്. ഇന്ന് നമ്മൾ ഫ്രഷ് മീൻ കൂട്ടി ഫുഡ് കഴിക്കും ഉച്ചയ്ക്ക്. ഇവിടെ രാവിലെ തന്നെ അദ്ദേഹം പോയി കുളത്തിൽ നിന്ന് മീൻ പിടിച്ചുകൊണ്ട് വന്ന് കട്ട് ചെയ്തു. ഒരു ചേച്ചിയും മുഹമ്മദ് ഖായുടെ അളിയനോട് കൂടി കട്ട് ചെയ്ത് നല്ല സെറ്റാക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ റെഡിയാക്കി കുളമീനൊക്കെ കഴിച്ച് നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കും. പാലക്കാട്ടെ കൊല്ലങ്കോടുള്ള ഒരു നാട്ടിൻപുറത്തെ കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ മുഹമ്മദ് ഖായും സന്തോഷ് ചേട്ടനും അനിൽ സാറിനുമൊപ്പം ഞാൻ ബിബിൻ തോമസ്. വെൽക്കം ടു ബീബ്രോ സ്റ്റോറീസ്. ഇതാവട്ടെ നമ്മൾ നല്ല കിടന്ന വീട് കണ്ടോ. നല്ല രസമല്ല കാണാനായിട്ട്. അത്യാവശ്യം നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഇവരുടെ ഒരു ഗസ്റ്റ് ഹൗസ് പോലെയാണ്. ആൾക്കാരൊക്കെ വന്നു കഴിയുമ്പോൾ ഗസ്റ്റുകൾക്ക് താമസിക്കാൻ വേണ്ടി പണിതിരിക്കുന്നതാണ്. ഇതാണ് അവരുടെ വീട്, അതായത് മുഹമ്മദ് ഖായുടെ അളിയൻ്റെ വീടും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. അപ്പോൾ അവരവിടെയാണ് താമസിക്കുന്നത്. ഇതിനോട് ചേർന്നിട്ടാണ് ഈ ഒരു ഗസ്റ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. കണ്ടോ, ഇവിടെയൊക്കെ നോക്കിയാൽ ഒരുപാട് മാവ്, അതോടൊപ്പം തന്നെ സപ്പോട്ട, അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സ് ഐറ്റംസിൻ്റെയൊക്കെ ചെടികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ വലിയ മാവ് കേട്ടോ. ഇവിടെയൊക്കെ സീസണല്ല, അതുകൊണ്ട് ഇപ്പോൾ കായ്ച്ചിട്ടില്ല. അതൊരു മാവാണ്. അതിൻ്റെ പുറകിലൊരു മാവുണ്ട്. അങ്ങനെ അങ്ങോട്ടെല്ലാം കൃഷിയാണ്, വാഴയുണ്ട്, അങ്ങനെ ഓരോ കാര്യങ്ങൾ അങ്ങോട്ടൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നോക്കി കേൾക്കണ്ടോ, ആ കാണുന്നതാണ് ഒരു രക്ഷയിലോട്ട് നോക്കിയ വയൽ. രാവിലെ എണീറ്റ് കാണുന്നത് ആ ഒരു നെൽപ്പാടമാണ്. ആ തെങ്ങിൻ തോപ്പും നെൽപ്പാടവും അതിനോട് ചേർന്നൊരു ചെറിയൊരു ഹട്ടുണ്ട് കേട്ടോ, ഒരു കുടിൽ പോലെ ഓലമേഞ്ഞുണ്ടാക്കിയിരിക്കുന്നതാണ്. നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോകണം. ഇതായാലും നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നെൽപ്പാടങ്ങളും പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന ആൾക്കാരെ. നല്ല ഭംഗിയല്ലേ, ഒരുപാട് കൊക്കുകളൊക്കെ ഉണ്ട്, നിരന്നിരിക്കുകയാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്, അടിപൊളി കാഴ്ച. സന്തോഷേട്ടൻ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. സന്തോഷേട്ടൻ രാവിലെ കൊയ്യാൻ പോവാണോ? കൃഷിക്കാരൊക്കെ ഉണ്ട്. അതിന്റെ കുറച്ച് പണിയുണ്ട്. അതൊക്കെ ആസ്വദിച്ചോണ്ടിരിക്കാനുണ്ട്. അടിപൊളിയാണ്, നല്ല രസമല്ലേ രാവിലെ എണീക്കുമ്പോഴേ അല്ലേ നമ്മൾ കാണുന്ന വ്യൂ അല്ലേ. നമ്മുടെ നാട്ടിലൊന്നും ഇപ്പൊ കാണാൻ കഴിയാത്തൊരു നമ്മുടെ നാട്ടിലേക്ക് ഇപ്പം കാണാൻ കഴിയാത്ത ഒരു സംഭവം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപൂർവമായിട്ട് പലയിടത്തും കാണുന്നു. അതെ. ഇപ്പോൾ നിലവിൽ ശരിക്കും കൃഷി ഏറ്റവും കൂടുതൽ നടക്കുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ പാലക്കാട് ജില്ല തന്നെയായിരിക്കും ഈ നെൽകൃഷി എന്ന് പറയുന്നത്. മറ്റു കൃഷികളൊക്കെ നിലമ്പൂർ പൂക്കോട്ടം പാടം സ്ഥലത്താണ്. പാടങ്ങളായിരുന്നു നിറയെ പാടം എന്നാണ്. പൂക്കോട്ടം പാടം ശരിയല്ല. അപ്പൊ ഇപ്പൊ അവിടെ അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല, വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. ഓഹോ, ശരി. ഇപ്പൊ എല്ലാവരും ബിൽഡിങ്ങുകളൊക്കെ വന്ന് എല്ലാവരും സ്ഥലം പ്ലോട്ടുകളായിട്ട് തിരിച്ച് മണ്ണിട്ട് ഫില്ല് ചെയ്ത് ബിൽഡിങ്ങുകൾ കയറ്റി. അപ്പം അപൂർവമായിട്ട് ചിലത്ത് മാത്രമേ ഇത് കാണുന്നുള്ളൂ. ഇതിപ്പോ ഒരുപാട് ഏക്കർ ഉണ്ട് കേട്ടോ. അങ്ങോട്ടൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. അങ്ങോട്ടൊക്കെ ഒരുപാട് ഏക്കറിൽ ഈ നെൽകൃഷിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇതിലേക്ക് നടന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ ആ ചേച്ചിമാർ പണിയെടുക്കുന്ന സ്ഥലത്തും അതോടൊപ്പം തന്നെ ആ കാണുന്ന ഒരു ചെറിയ കുടിലുണ്ട്, അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് വിശ്രമിച്ച്
പാടത്തിൻ്റെ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് വേണം നമുക്ക് തിരിച്ചു വരാനായിട്ട്. ഇതേ ഒരു ചേട്ടൻ ഉണ്ടോ നെല്ലിന് മരുന്നടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ചേട്ടൻ ഇങ്ങനെ കറങ്ങി അതിലേ അങ്ങ് പോകും. എന്തായാലും കൊള്ളാം. നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്കിനി പതുക്കെ കാണാം. അവർ റെഡി ആവുന്നുള്ളൂ കേട്ടോ. അവർ കൂടെ റെഡി ആയിട്ട്. അപ്പോൾ റെഡി ആയിട്ട് നമുക്ക് ഒരുമിച്ച് ഇറങ്ങാം. സന്തോഷമായിട്ട് ആദ്യം തന്നെ അങ്ങ് റെഡി ആയല്ലോ. ഇക്ക പോകല്ലേ? അപ്പോൾ രാവിലത്തെ പരിപാടി നമ്മൾ വയലിലേക്ക് ഇറങ്ങുന്നു അല്ലേ? നെൽപ്പാടത്തിന്റെ ആ ഒരു ഭംഗി ആസ്വദിച്ചിട്ട് വരാം. കൊല്ലങ്കോട് ഗ്രാമക്കാഴ്ചകൾ നമുക്കിപ്പോ അപൂർവമാണല്ലോ വയലുകളൊക്കെ. ഇപ്പൊ സന്തോഷം പറയാതെ ഇപ്പം വളരെ വിരളമാണ്. പാലക്കാട് വന്നാൽ ഇത് കാണാനുള്ളൂ ശരിക്കും പറഞ്ഞാൽ. തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഇപ്പൊ ഉണ്ടോ? ഇല്ല, വളരെ. പിന്നെ കുട്ടനാടുണ്ട്, കുറച്ച് ഭാഗങ്ങളുണ്ട്. പാലക്കാട് നെല്ലറയല്ലേ കേരളത്തിൽ? അതെ. കേരളത്തിന്റെ നെല്ലറയാണ്. അപ്പൊ ഇവിടെ എല്ലാം വയലുകളാണ്. അതെ. നമ്മളിപ്പോ ഒരു വയലുള്ള ഒരു പ്രദേശത്ത് എത്തിയിരിക്കുകയാണ്. അത് ഞാൻ പറഞ്ഞു. മുഹമ്മദിന്റെ അളിയന്റെ വീടും പുള്ളിയുടെ പാടശേഖരങ്ങളും ഇന്നത്തെ കാഴ്ചകൾ അവിടെ പ്രാരംഭിക്കാം. നല്ലൊരു പാടി. ഞാൻ പറയാം, ഇതൊരു ഗസ്റ്റ് ഹൗസ് നമുക്ക് വേണ്ടി ഒരുക്കി തന്നു. ഇനിയുണ്ട്. അപ്പൊ അവിടെ പോകണ്ട നമുക്ക് ഇനി. അതൊക്കെ നമുക്ക് കാണാല്ലേ. ഇപ്പൊ ആദ്യം നമുക്ക് പാലക്കാട് വന്നിട്ടുണ്ട്. കർഷകനായി. ഇതിപ്പോ പിന്നെ ഈ പച്ചപ്പ് കണ്ടിട്ട് ഭയങ്കര ഒരു സന്തോഷം മനസ്സിന്. കണ്ണിന് ഒരു കുളിർമ കിട്ടുന്നില്ലേ? കണ്ണിന് കുളിർമ. പിന്നെ ഇവിടെ ഒരു പ്രത്യേകം ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഈ പാലക്കാട് ഇപ്പൊ സക്കീർ, മുഹമ്മദിന്റെ അളിയൻ സക്കീറുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞെന്ന് വെച്ചാൽ 365 ദിവസം 300 ദിവസം ഇവിടെ ഭയങ്കര കാറ്റാണ്. നമ്മള് വെളുപ്പിനല്ലേ ഇവിടെ വെളുപ്പിനെ കിടന്ന് നമ്മളിവിടെ ഉറങ്ങുകയായിരുന്നു. അപ്പൊ ഈ ജനലിൽ കൂടെ ഇങ്ങനെ ഭയങ്കര കാറ്റിന്റെ ഒരു മൂളിച്ച. അപ്പൊ ഞാൻ ശരിക്കും വിചാരിച്ചത് മഴ പെയ്യാണെന്നാണ് വിചാരിച്ചത്. ഇപ്പോഴും കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊതുവെ നമ്മുടെ നാട്ടില് ഒരു ചിങ്ങം സമയത്തൊക്കെയാണ് നല്ല കാറ്റ് വരുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിൽ ചിങ്ങ മാസങ്ങളിൽ ഉണ്ടാകാറുള്ള പോലത്തെ കാറ്റാണ് ഇപ്പോഴും. ഓൾ ത്രൂ ആണെന്ന് തോന്നുന്നില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഇതൊന്ന് നടന്ന് കണ്ടിട്ട് വരാം അല്ലേ? ഓക്കെ. ഹായ് കുട്ട, പേര് പറഞ്ഞേ? ആര്യൻ. ആഹാ, അടിപൊളി പേരല്ലോ. അളിയൻ്റെ മകനല്ലേ? ഓക്കെ. നമ്മൾ അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? നടക്കുമല്ലേ പാടത്തോടെ? പഠിക്കുന്നില്ലേ? 9ാം ക്ലാസ്സിൽ. നല്ലപോലെ പഠിക്കുന്നൊക്കെ ഉണ്ടോ? ഓൺലൈൻ ക്ലാസ് ആണ്. ഇപ്പോൾ ക്ലാസ് തുടങ്ങിയോ? 6-ാം തീയതി തുടങ്ങി. ലീവ് അല്ലേ? ഓക്കെ. അപ്പോൾ ഈ വഴി അങ്ങ് പതുക്കെ പോവാം. താഴേക്ക് അങ്ങ് ഇറങ്ങിയപ്പോഴത്തേനുണ്ടല്ലോ ഒരു രക്ഷയില്ല. ഉടനേക്ക് നല്ല ഭംഗി. നമ്മുടെ കൂടെ ഒരാളും കൂടെ വരുന്നുണ്ട്. ഡേ ബാ. ആ മലയാട്ടോ നെല്ലിയാമ്പതി. നമുക്ക് പറ്റുമെങ്കിൽ അവിടെ ഒന്ന് പോകണമെന്നുണ്ട്. നോക്കാം. അപ്പം നമ്മൾ ഇന്ന് മുതൽ കർഷകരാണ് അല്ലേ? ഇനിയിപ്പം കർഷകരുടെ ഒരു തനതായ സംഭവമാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഇതിപ്പോൾ എത്ര ഏക്കറുണ്ട് മോനെ ഇതെല്ലാം കൂടെ? ഇതിപ്പോൾ അപ്പുറത്ത് 12 ഏക്കർ അല്ലേ? ഫുള്ളും നെല്ല് തന്നെയല്ലേ? നെല്ല് തന്നെ. വേറെ കൃഷിയൊന്നും ഇല്ലല്ലോ? നെല്ല് മാത്രം. ഓക്കെ. പണിക്കാർ എത്ര പേരുണ്ട്? അല്ല, പണിക്കാരൊക്കെ കിട്ടാറുണ്ട് ഇവിടെ? മെഷീൻ ഉപയോഗിക്കാറില്ല, എല്ലാം കൈകൊണ്ട് തന്നെ? കൊയ്ത്ത് മാത്രം മെഷീൻ ഉപയോഗിക്കും. ട്രാക്ടർ ഉപയോഗിക്കും. അത് വിടാൻ വേണ്ടി, നില വിടാൻ വേണ്ടി. ഓക്കെ. അല്ല, ഇപ്പൊ ഇതൊക്കെ വെക്കുന്നത് അതൊക്കെ ആൾക്കാർ തന്നെ? ഓക്കെ. അതിന് മെഷീൻ ഇല്ല? തമിഴ്നാട്ടിലൊക്കെ ഇപ്പൊ അതിന് മെഷീനായി. ഒരു ട്രാക്ടറിൽ എന്തോ സംഭവം ഘടിപ്പിച്ചിട്ട് ഇങ്ങനെ കൊണ്ട് അടിക്കടിക്ക് വെച്ച് അങ്ങ് പോവാണ്. നല്ല ഭംഗിയാണല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ഓരോന്നോരോന്ന് കണ്ടും കേട്ടൊക്കെ അങ്ങ് പതുക്കെ അങ്ങ് പോവാം. അത് പഴനി പൊള്ളാച്ചി ഹൈവേ, തൃശ്ശൂർ ഹൈവേ ആണ്. ഫ്രണ്ടിൽ കാണുന്നല്ലേ? ആ വണ്ടിയിൽ പോകുന്നത്. അപ്പോൾ നമ്മൾ ടൗണിനോടും ചേർന്നാണ് അല്ലേ? ഇപ്പോൾ ഇവിടെ ഒരു ബൈപ്പാസ് പ്രപ്പോസലുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സ്ഥലത്തിന്റെ നടുക്കൂടായിരിക്കും പോകുന്നത്. ആണോ? അങ്ങനെ ഒരു ഇതൊക്കെ ഇട്ട് പറഞ്ഞിരിക്കുകയാണ്. സ്ഥലം എടുത്തോണ്ട് തുടങ്ങിയിട്ടില്ല. സ്ഥലം വിട്ടു കൊടുക്കേണ്ടി വരും അല്ലേ? സ്ഥലം കൊടുക്കേണ്ടി. പക്ഷെ ആ ഒരു ഭംഗി അങ്ങ് പോകും. പാടത്തിന് വരും. അപ്പോൾ ഈ കൊല്ലംകോട് ടൗണിൽ തിരക്ക് ഒഴിവാക്കാനായിട്ട് ബൈപ്പാസ് അല്ലേ? നല്ല കാറ്റാട്ടോ, നല്ല രസമാണ് ഇതിലൂടെ നടക്കാനായിട്ട്. കാര്യം പറഞ്ഞാൽ രാവിലെ കുറച്ച് നേരമായെങ്കിലും ഈ പറഞ്ഞതുപോലെ കാറ്റുള്ളതുകൊണ്ട് നമുക്ക് അത്ര ക്ഷീണമൊന്നുമില്ല ഇതിലൂടെ നടക്കുമ്പോഴത്തേനും. പണിക്കാരവിടെ പണിയെടുക്കുന്നുണ്ട്. നമുക്ക് അതൊക്കെ ഒന്ന് പോയി കാണാം. ഇതുണ്ട് ചാല് വിട്ടിരിക്കുന്നത് അല്ലേ? വരുന്ന വഴിയിലൊക്കെ ചാല് വിട്ടിട്ടുണ്ട്, വെള്ളം കടത്തി വിടാൻ വേണ്ടി ഓരോ കട്ടിലേക്ക്. ഇത് നമ്മുടെ ഒരു റെസ്റ്റ്, ഒരു വിശ്രമ കേന്ദ്രം ഇവിടെ അല്ലേ? നമുക്ക് അങ്ങോട്ട് പോയിട്ട് പോകണോ? അങ്ങോട്ട് പോകാം. നമുക്കിവിടെ ഒരു ചെറിയ ഒരു ഹട്ടുണ്ട്. ഞാൻ രാവിലെ കാണിച്ചു തരുന്നു ദൂരെ നിന്ന്. നമ്മളിപ്പോൾ അതിൻ്റെ അടുത്തെത്തിരിക്കുകയാണ്. അവിടെ കുറച്ച് നേരം ഇരുന്ന് വിശ്രമിച്ചും അതോടൊപ്പം തന്നെ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ അങ്ങ് നടക്കാം. ഈ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ ചെറിയ ഹട്ട്. കണ്ടോ, ഇവിടെ നമുക്ക് ഇരിക്കാനും അതോടൊപ്പം തന്നെ എല്ലാ സൗകര്യങ്ങളും അവരവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് അതിനകത്തൊക്കെ പോയി അവിടുത്തെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. എന്തൊരാശ്വാസം.
ഇതാക്കാനായിട്ടുള്ള ഇവിടെ വന്ന് വിശ്രമിക്കാൻ വേണ്ടിയാ? അല്ല അവർ പണിയായുധങ്ങൾ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് ഇരിക്കുകയും ചെയ്യാം അല്ലേ? വായിക്കാം. ആ, വിശ്രമം കിടക്കാൻ വായിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഭാഗങ്ങളാണ്. കൊള്ളാം. ആ, ഇപ്പോഴും നല്ല സുഖമല്ലേ? അടിപൊളിയല്ലേ? നല്ല തണുപ്പ് അല്ലേ ഇതിനകത്ത് കയറിയപ്പോഴത്തേന്? വൈകുന്നേരങ്ങളിൽ കിടക്കാം. ബെഡ് പോലെ. ആ, ശരി. 2 നില ഉണ്ടായിരുന്നോ? ആ, വീണ് പോയല്ലേ? കാറ്റടിച്ച് പോയതാ. ഓഹോ, പിന്നെ ഇങ്ങനെ ആക്കി. 2 നില ആകുമ്പോഴത്തേനെ നല്ല ഭംഗിയായിരുന്നായിരിക്കും കാണാനായിട്ട് അല്ലേ? കല്യാണ ആൾക്കാർ വീഡിയോ എടുക്കാൻ വരുന്നുണ്ട്. ഇവിടെ മൊത്തം ഈ പാടത്തൊക്കെ വന്നെടുത്തിട്ടു. അതെ അല്ലേ? വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ അടുത്തുള്ളതിൽ ഏറ്റവും വലിയ പാടമായിരിക്കുമല്ലോ. കാരണം ഒരുപാട് ഏക്കർ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട് അല്ലേ? ടൗണിനോട് ചേർന്ന് മീൻസ് ആ റോഡ് സൈഡിനോട് ചേർന്ന് നടക്കുന്ന പാടമല്ലേ? പാടമുണ്ട് അല്ലേ? ഓക്കെ, എന്തായാലും പാടത്തിന് പഞ്ഞമില്ലാത്ത സ്ഥലമല്ല. അതെ. പശ്ചിമഘട്ടത്തിന്റെ താഴ്വരയിൽ നെൽവയലും കരിമ്പനകളും തെങ്ങുകളും മലകളും നിറഞ്ഞ പ്രകൃതിയാൽ ഒരുക്കിയ വിരുന്നാണ് നമ്മളിവിടെ കാണുന്നത്. പാലക്കാടിന്റെ മനോഹാരിതയെ കാത്തു സൂക്ഷിക്കുന്ന ഭ്രാന്തായി. നല്ല ഈ പച്ചപ്പൊക്കെ പച്ചപ്പ് കണ്ടപ്പോഴത്തേനല്ലേ? നമ്മൾ ഇന്നലെ നിന്ന സ്ഥലത്തുനിന്ന് എൻ്റെ ഡിഫറെന്റ് ആയില്ലേ? അതൊരു ഇവിടെ നോക്കുമ്പോഴേ നമുക്ക് ആ സഹ്യപർവ്വതത്തിന്റെ ഒരു ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ കാണാൻ പറ്റുന്നുണ്ട്. നെല്ലിയാമ്പതി മലയുടെ മുകളിലാണ്. സന്തോഷേട്ടൻ അതോടൊപ്പം തന്നെ മുഹൂദൊക്കെ പറഞ്ഞു നല്ല ഭംഗിയുള്ളൊരു സ്ഥലം, രക്ഷയില്ല അല്ലേ? ശരിക്കും വെയിലാണെങ്കിൽ എത്ര നടന്നാലും മതി വരുമല്ല. ഇതിന് വർണ്ണിക്കാൻ വാക്കുകളില്ല. കാരണം നമ്മൾ ഇതില്ലാതെ നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേനും നമുക്കിത് കാണുമ്പോഴത്തേനും വലിയൊരു സന്തോഷമാണ് അല്ലേ? നമ്മുടെ നാട്ടിലെ ഇപ്പൊ ഉള്ള പാടശേഖരങ്ങൾ തന്നെ മണ്ണിട്ട് നികത്തി വീടുകളായി. അപ്പൊ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ അപൂർവമായിട്ട് നമുക്ക് കിട്ടുന്ന കാഴ്ച. ഇനി പാലക്കാടും ഈ പറഞ്ഞ പോലെ ഈ കുട്ടനാടും പോയാലേ നമുക്ക് ഇനി ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ. ഭാവിയിലും അതും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പറയാം, ഇതിപ്പോൾ ഒരു വഴി വരാൻ പോവുകയാണെങ്കിൽ ഇതിലൂടെ എന്തോ ബൈപ്പാസ് ഉണ്ടോ, അപ്പോഴത്തേന് ഇത് നടുവേ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി അങ്ങ് നഷ്ടപ്പെടുകയാണ്. ബൈപ്പാസ് വരുമ്പോഴത്തേനും ഈ ബൈപ്പാസ് ഒക്കെ വരുമ്പോൾ അവർ കുറച്ചുകൂടെ പ്ലാൻ ചെയ്ത് എന്തെങ്കിലും എലിവേറ്റഡ് അതെ തൂണിലൊക്കെ ആണെങ്കിൽ ഈ പാടശേഖരങ്ങൾ മണ്ണിട്ട് നിർത്തേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെയുള്ള തൂണിന്റെ സ്പേസ് മാത്രം മതിയല്ലോ അല്ലേ? ഒരു പ്ലാനിങ് നമുക്ക് ആവശ്യമാണ്. അതെ ശരിക്കും ഇതൊക്കെ അതെ, കാരണം ഇതൊക്കെ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. പാടശേഖരങ്ങളെ ഇത് ഇവോൾവ് ചെയ്തെന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് ഇവോൾവ് ചെയ്തത്. ഇതോടൊപ്പം തന്നെ ഒരു എക്കോസിസ്റ്റം ഉണ്ട് ഈ പാടശേഖരത്തിൽ. ഈ പിന്നെ ഇതിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തില് എന്താ നീർക്കോലി മുതൽ ചെറിയ ഞണ്ട്, ചെറിയ മീന്, മാനത്തുകണ്ണി പോലത്തെ മീന്, അങ്ങനെ ഒരുപാട് ഒരു എക്കോസിസ്റ്റം ആണിത്. അപ്പൊ അതിനെ പെട്ടെന്ന് നമുക്ക് മണ്ണിട്ട് മൂടാം. പക്ഷെ ഇത് ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്നെന്ന് പറഞ്ഞാൽ എത്രയോ വർഷങ്ങൾ കൊണ്ട് ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ഇതാണ്. ആവാസ വ്യവസ്ഥ തന്നെ ബാധിക്കും അല്ലേ? ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ പുത്തുമല പോയപ്പോഴേ അവിടെ മനുഷ്യന്റെ ഇടപെടൽ കൊണ്ടാണ് ആ ഉരുൾപൊട്ടലുണ്ടായത്. അത് തന്നെ. അപ്പൊ ഈ നമുക്ക് പ്രകൃതി തന്നിരിക്കുന്നത് നമ്മൾ അതോടൊപ്പം നമ്മൾ സഞ്ചരിക്കുക, അത് സംരക്ഷിക്കുക. അതാണ് മനുഷ്യന്റെ നിലനിൽപ്പിന് അല്ലേ? പിന്നെ തീർച്ചയായും ഒരു വരദാനമാണ് പ്രകൃതി എന്ന് പറയുന്നത്. ഇവിടെ വന്ന് നമ്മൾ ഇങ്ങനെയൊക്കെ കാണുമ്പോഴാണ് ഇതിനെ കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകുന്നത്. നമ്മൾ വളരെ സിറ്റിയിലൊക്കെ വളരെ യാന്ത്രികമായിട്ടുള്ളൊരു ജീവിതമല്ലേ? ശരിയാ അല്ലേ? സിറ്റി ലൈഫായിട്ട് യാന്ത്രികമായിട്ട് നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്ന എന്തായിട്ടുള്ളൊരു ഇങ്ങനെയുള്ള സ്ഥലത്ത് വരുമ്പോഴാണ് നമുക്ക് മനസ്സിനൊരു എന്തോ സന്തോഷമൊക്കെ ഉണ്ടാവുന്നത് സ്വാഭാവികമായിട്ട്. അതെ തീർച്ചയായും. എന്നാലും നമുക്ക് കുറച്ചുകൂടെ നടക്കാം അല്ലേ? അതെ. ഇവിടെ ഉണ്ടോ ഈ പാടത്ത് കുറച്ച് ചേച്ചിമാർ പണിയെടുക്കുന്നുണ്ട്. നമുക്കിനി അവരെ ഒന്ന് പോയി പരിചയപ്പെടാം. അവർ ഇപ്പോൾ നിലവിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. ചേച്ചി കള പറിക്കുകയാണോ? ഓഹോ. എല്ലാവരുടെയും ഫോട്ടോ എടുക്കുകയാണ്.
ചേച്ചിയുടെ പേര് ലക്ഷ്മി. രണ്ടാമത്തെ ആളുടെ പേര് കല്യാണി ചേച്ചി. ആ ഇത് ആ അടുത്ത സുമിത്ര. ആ അതിൻ്റെ അപ്പുറത്തെ ആള് ആ അടുത്ത ആള് സരസ്വതി. ആ ഇത്രയും പേരാണ് ഇപ്പോൾ ഇവിടെ പണിയെടുക്കുന്നത്. രാവിലെ എപ്പോൾ തുടങ്ങും? രാവിലെ 8:30 തുടങ്ങും. എത്ര മണി വരെ ഉണ്ട് ഇനി? 5 മണി വരെ ആകുമ്പോൾ പണി നിർത്തും അല്ലേ? ആ ഉച്ചയ്ക്ക് 1 മണിക്ക് പോയാൽ 2:30 വരും. ഊണ് കഴിച്ചിട്ട്. ഓക്കേ. നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനേ ഇവിടെയും ചെറിയൊരു ഹട്ടുണ്ട് കേട്ടോ. ചെറിയ കുടിൽ. ഇവിടെയും നമുക്ക് വിശ്രമിക്കാൻ പറ്റും. നല്ല ഭംഗിയുള്ളൊരു കുടിൽ. അവിടെ കണ്ടതുപോലെ തന്നെ. ഹായ്. കുറച്ചുകൂടെ ചെറിയ കുടിലാട്ടോ അത്. പക്ഷേ നല്ല രസമാണ് കാണാനായിട്ട്. വാ പാട്ട വെച്ചിട്ടുണ്ടല്ലോ. അതെന്താണ് ഈ പാട്ട വെച്ചേ? ഓ കൊക്കൊന്ന് എടുക്കാതിരിക്കാൻ വേണ്ടി. സൗണ്ട് കേൾക്കുമ്പോഴത്തേനും കാറ്റ് കേൾക്കുമ്പോൾ പോവും അല്ലേ? പോവും. ഓക്കെ ഓക്കെ കൊള്ളാം. ആ ഇതിൻ്റെ തൃശ്ശൂർ പഴനി അല്ലേ ഹൈവേ? ഓക്കെ ഓക്കെ. അപ്പോൾ ഇതേ കാണുന്നതാണ് ഹൈവേ. കണ്ടോ വണ്ടികൾ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം നടന്ന് വീടിൻ്റെ അവിടെ നിന്ന് ഇവിടം വരെ എത്തി. ഇനി നമ്മൾ തിരിച്ചു പോകല്ലേ? അവിടെ ഉണ്ട്. ഓ മീൻ വളർത്തുന്ന സംഭവം ഉണ്ടല്ലേ? ആ ശരി. അവിടെ നിന്ന് രാവിലെ മീൻ പിടിച്ചല്ലേ? ആ ഞാൻ പിടയ്ക്കുന്ന മീൻ. അപ്പോൾ ഇനി നമുക്കത് കാണാം. ഓക്കെ പോട്ടെ പോട്ടെ. നല്ല അടിപൊളിയാണ് ഇതിനകത്തൂടെ നടക്കാനായിട്ട് കേട്ടോ. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇപ്പം ഈ പാടത്തോടെ നടക്കുന്നത്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ അഷ്റഫ് ബ്രോയുമായിട്ട് നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പ് പോയ സമയത്ത് എൻ്റെ ഒരു സുഹൃത്തുണ്ട് പാലക്കാടുള്ള. ഫസ്റ്റ് ഡേ ഞങ്ങൾ കിടന്നത് ഇതുപോലുള്ള ഒരു വയലിലായിരുന്നു. അവിടെ കുക്കിംഗ് ഒക്കെ ചെയ്ത് അവിടെ നിന്നാണ് നമ്മൾ യാത്ര ആരംഭിച്ചത്. അങ്ങനെ ഒരു വർഷത്തിന് ശേഷം കറക്റ്റ് ഏകദേശം ആ ഒരു സമയത്തിന് നമ്മൾ പിന്നെയും ഈ പറഞ്ഞ വയലിലെത്തിയിരിക്കുകയാണ് ഇവിടുത്തെ ഭംഗി ആസ്വദിക്കാനായിട്ട്. എന്തായാലും കൊള്ളാം. ആ ഒരു ഓർമ്മയാണ് ഇപ്പോൾ ഇതിലൂടെ നടക്കുമ്പോൾ വരുന്നത്. ഈ കാണുന്നതാണ് മീൻ വളർത്തുന്ന കുളം. 2 ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ടൊന്ന് പോകാം. അവിടെ ഒരാൾ നോക്കാനൊക്കെ ആയിട്ട് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് പോകാം. ഫ്രഷ് വാളമീൻ. ആ നമ്മൾ രാവിലെ കണ്ടത് വാളമീനാണ്. ഉണ്ടോ ഇവിടെയാണ് വളർത്തുന്നത്. തീറ്റി എടുക്കുന്നുണ്ട്. തീറ്റി ഇട്ടാലേ അതിനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അത്യാവശ്യം വലിയ മീനാണ് കേട്ടോ. നിങ്ങൾ കണ്ടല്ലോ രാവിലെ കട്ട് ചെയ്യുന്ന കണ്ടല്ലോ. ആ ആ സാറാണ് തീറ്റിട്ട് കൊടുക്കുന്നത്? ആ കേട്ടോ നോക്കട്ടെ വരുമെന്നോ. സമയം മാറിയോണ്ട് ചിലപ്പോൾ തീറ്റ എടുക്കാൻ വരാൻ സാധ്യത കുറവായിരിക്കും. അതാണേ ഇനിയിപ്പോൾ അതിന് വിശന്നാലേ വരുള്ളൂ. വാളാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആ വാള നമ്മളവിടെ കട്ട് ചെയ്യുന്ന കണ്ടില്ലേ? ആ മീനാണ് വാള. വെയിലുള്ളിടത്ത് നോക്കാം. ഇനി ഇവിടെ കാണാൻ പറ്റിയില്ല. ആ ഉണ്ടുണ്ട് ആവശ്യമുണ്ടെന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷേ ഈ സമയമായതുകൊണ്ടേ വെയിലായതുകൊണ്ട് മീനുകൾ പൊങ്ങി വരാൻ സാധ്യത കുറവാണ്. തീറ്റി ഇട്ടാലും ഈവനിങ് വന്നാൽ ചിലപ്പോൾ നടക്കും അല്ലേ? ആ ഇനിയിപ്പോൾ അത് എടുക്കല്ല, ഫുഡ് കഴിക്കില്ല. അതിൻ്റെ ഒരു ടൈമിങ് മാറിയിരിക്കുക. നമ്മൾ വന്ന സമയത്തിന് വ്യത്യാസം വന്നു. ആ ആ ടാർപോളിൻ ഫുൾ അടിച്ചേക്കുന്നത്. കൊള്ളാം. കുടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ഓ മീൻ പിടിക്കാനുള്ള ഇതാണ് സംഭവം അല്ലേ? ഓ മീൻ പിടിക്കാൻ വേണ്ടി വലയിട്ടിട്ട് വലിക്കുമോ? അത് വേറെ ഐഡിയ ഇട്ടാണ് നടന്നില്ല. സാധാ മാതിരി നെറ്റ് ഇട്ടിട്ട് പിടിക്കാം. വീശുവലിട്ട് പിടിക്കുന്നത്. ഇനി ഒരുപാട് മീനുണ്ടല്ലേ? വിൽക്കുന്നുണ്ടോ അവിടെ മീൻ? ബോർഡ് വെച്ചേക്കുന്നത് ജൈവ കണ്ടല്ലോ ഇവിടെ ബോർഡ് വെച്ചേക്കുന്നത്.
ജൈവ ഫിഷ് പെല്ലറ്റ് മാത്രം നൽകി വളർത്തിയ ഫ്രഷ് വാളമീൻ. കുടിലിടം, നെടുമണി. ഗപ്പിയൊക്കെ ഉണ്ടോ? ഇവിടെ വാളയ്ക്ക് അതിനകത്ത് കിലോയ്ക്ക് 150 രൂപയാണ് അത്ര. 150 80 150 അല്ലേ കിലോയ്ക്ക്? 5 അല്ലേ? ഓക്കെ, 150 രൂപ അല്ലേ? കിടക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇത് കൊള്ളാമല്ലോ സംഭവം. കിടക്കൊക്കെ ചെയ്യാം. പഴയ റാന്തൽ വിളക്കൊക്കെ. ഇത് രാത്രി ആണെന്ന് ഇവിടെ കിടക്കാം. ഗപ്പിക്ക് ഇടാൻ വേണ്ടിയാന്ന് തോന്നുന്നു. മീൻ കിടക്കുന്നുണ്ട്, കാവൽ നിൽക്കണമല്ലോ. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല ഭംഗി. സാറവണ വിശ്രമിക്കാം, കിടക്കാം. കാവൽപ്പുര തീറ്റ എടുക്കുന്നുണ്ട്. കണ്ടോ, വെള്ളം തിളയ്ക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക്. ഇപ്പോഴാണ് തീറ്റ എടുക്കാൻ വന്നത്. ഉണ്ട്, ആവശ്യത്തിനുണ്ട്. ഉണ്ട്, കുറേ ഉണ്ട്. കണ്ടോ, ഇവിടെയൊക്കെ പൊങ്ങുന്നുണ്ട്. ഇത് നല്ല ആഴമുണ്ടോ അല്ലേ? ഒരാളുടെ പൊക്കത്തിൽ വെള്ളമുണ്ട്. അതാണ്, ഒരാളുടെ പൊക്കത്തിൽ വെള്ളമുണ്ട്. ഇത് കേട്ടോ, സാറ് തീറ്റ ഇട്ട് കൊടുത്തു. പിന്നെയും ഇനി വരുമല്ല, ഇനി കുറച്ച് കഴിഞ്ഞ് വരുള്ളായിരിക്കും. ഇനി നാണമായി. നമ്മൾ മാറിയാൽ ഇനി അത് വരാനായിട്ട്. മീനുകളും ബുദ്ധിയുള്ളവരാണേ. നാണമുണ്ട്. നമ്മൾ നോക്കി വയ്ക്കുമ്പോഴേ കഴിക്കില്ല. എന്തായാലും കൊള്ളാം. ഇതിനകത്ത് നിറയെ മീനാന്ന് പറഞ്ഞത്. ഇതൊരു വലിയൊരു കിണറാന്ന് പറഞ്ഞത്. കിണർ മീൻസ് വലിയ നീളത്തിലുള്ളൊരു കുഴിക്കകത്താണ് ഈ വെള്ളം കിടക്കുന്നത്. ഭയങ്കര ആഴമെന്ന് പറഞ്ഞു. വല വീശി പിടിക്കാനേ പറ്റുള്ളൂ, അങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റുമല്ല. നല്ല ആഴമുള്ള ഏരിയ എന്ന് പറഞ്ഞു. കണ്ടോ, നിലവിൽ അവിടെ നെറ്റോ കാര്യങ്ങളൊന്നും കെട്ടിയിട്ടില്ല. കാരണം അത്രയും ആഴമുള്ള സ്ഥലമായതുകൊണ്ട് പുറത്തുനിന്ന് ആരും വന്ന് ചാടുകയല്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇത് ഒരാൾ പൊക്കം ഉള്ളതുകൊണ്ട് ചിലപ്പം ആൾക്കാരൊക്കെ ഇവിടെ നോക്കിയില്ലെങ്കിൽ വന്നെടുത്തുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഒരാളെ ഇരുത്തിയിരിക്കുന്നത് ഇപ്പോഴും. പേരെങ്ങനെ? സനോജ്. എന്ത് ചെയ്യുന്നു? ഞാൻ ടൈലിൻ്റെ വർക്കാണ്. കൊള്ളാം. ഇവിടെ നോക്കാനൊക്കെ ആയിട്ട് ഒരാളുണ്ട്. നമുക്ക് ഇദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, എന്തൊക്കെ മീനുകളാണ് ഇവിടെ ഉള്ളത്? ഗപ്പീസിന് കുറെ വെറൈറ്റീസ് ഉള്ളത്. പിന്നെ ബിഗ് ഇയർ, ചില്ലി മുസക്കിന്റെ, പിന്നെ റെഡ് സാൻഡ് ആണ്ട സംഭവം. 3 വെറൈറ്റീസ് ആണ് ഉള്ളത്. അതെ അല്ലേ? ഇതിനെങ്ങനെയൊക്കെ റേറ്റ് ഒക്കെ? റേറ്റ് പേര് ഇതില് നെറ്റില് ഗൂഗിളിൽ 300 രൂപ. നമ്മളതിന് 100 രൂപ വെച്ച് കൊടുക്കുന്നുണ്ട്. പേര് 100 രൂപ വെച്ച് കൊടുക്കുക. അത് ശരി. നെറ്റിലുള്ളതിനേക്കാളും വളരെ കമ്മിയായിട്ടാണ് കൊടുക്കുന്നത്. വാളയാണ്. അതെങ്ങനെ കിലോയ്ക്കാണോ? കിലോ 150 രൂപ വെച്ച് കൊടുക്കും. 150 രൂപ വെച്ച് കൊടുക്കും. ഓക്കെ. എന്തായാലും ജൈവമായിട്ട് ഇത് വാള നമ്മൾ പല്ലറ്റിട്ടാ കൊടുക്കണം. അപ്പൊ അതിന് അങ്ങനെ സബ്സിഡി സ്കീമിൽ കിട്ടിയപ്പോ അത് അങ്ങനെ ചെയ്യാം. കൊള്ളാം. ഇപ്പൊ ഈ 2 മീനാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് അല്ലേ? ഗപ്പിയും പിന്നെ വാളയും. ഇനി ആ കുളത്തിൽ, അപ്പുറത്തെ കുളത്തിലൊക്കെ ഇതിന് പിന്നെ നമ്മുടെ നാടൻ മീനുകളൊക്കെ അതെങ്ങനെ നിങ്ങൾ പിടിക്കുന്നത്? നല്ല ആഴമുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ നെറ്റിട്ട് പഠിക്കുന്നത്. ഓക്കെ. അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമല്ലോ കൊണ്ടല്ലേ? ഇതിനകത്ത് ഇറങ്ങാറുണ്ടോ നിങ്ങൾ ഈ കുളത്തിൽ? ശരി, മുള്ളുണ്ട്. മറ്റേ ഇത് നീളമുള്ള കൊമ്പുണ്ടല്ലോ അല്ലേ? ഓക്കെ. ഓ ശരി. ഇറങ്ങിയിട്ടില്ല. വലയിട്ട് തന്നെ പിടിക്കും. എന്നാലും കൈ കൊണ്ട് പിടിക്കുമ്പോൾ കുത്തു അല്ലേ? സൂക്ഷിച്ചു പിടിക്കണം. പല്ലില്ല, 2 സൈഡ് മുള്ളാണ്. ഇതുപോലെ അല്ലേ? ഇതുണ്ട്, ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഇവിടെ വെച്ചല്ലേ കുത്തുന്നേ? ഇതിനെങ്ങനെയാണ്? നല്ല ടേസ്റ്റുള്ള മീനാണ്. ഇത് ആസം വാള എന്ന് പറയുന്ന സംഭവമാണോ? വാളന്നല്ലേ? അതോ അതെ, അത് കടൽ മീന്. അതല്ല, ആസാം വാള എന്ന് പറഞ്ഞ നാട്ടിലൊക്കെ പോരാറുണ്ട്. അതെ അല്ലേ? ഓക്കെ. വറുത്താലാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് അല്ലേ, കറി വെക്കുന്നതിനേക്കാളും? ഓക്കെ. കൊള്ളാം. എന്തായാലും പേരെങ്ങനെയാ? മുടിയൊക്കെ നല്ല സെറ്റ് ആയിട്ടുണ്ടല്ലോ. ശരി, ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വളർത്തിയതാ. ഷോർട്ട് ഫിലിം കഴിയുമ്പോൾ മുടി ഒതുക്കും. ഓക്കെ. ഇത് ഇവിടെ നോക്കുകയാണ് ഇതിന്റെ കാര്യങ്ങൾ നോക്കുകയാണ്. എനിക്ക് വണ്ടിയുണ്ട്, ട്രാക്ടർ ഉണ്ട്, 4-5 വണ്ടിയുണ്ട്. ട്രാക്ടറൊക്കെ ഉണ്ട്. ഓക്കെ. സീസൺ ഇവിടെ ഇല്ലല്ലോ, തമിഴ്നാട്. ഓഹോ, ഇവിടെ കൃഷിക്ക് സമയത്ത് വരും. കൃഷിന്റെ സമയത്ത് വരും. അല്ല, നമ്മളെ അച്ഛനുണ്ട്. അച്ഛൻ അവിടെ പാടമുണ്ടോ? അല്ല, അവിടെ ഉണ്ട്, കൃഷി ഉണ്ട്. അവിടെ പിന്നെ കൂട്ടി കസ്റ്റമർ ഉണ്ട്. അച്ഛനാണ്. അല്ല, കൃഷി സമയത്ത് അവർ ഇങ്ങോട്ട് വരുന്ന പറഞ്ഞു. ഇവര് വിളിക്കുമല്ലോ.
അത് എന്നാലും അതിനൊരു വാടക തുച്ഛമായിട്ട് ഒരു 30,000 രൂപ ഒരു മാസം അങ്ങനെ എന്തോ വാടക. അങ്ങനെ മാസത്തിന് മാസത്തിലാണല്ലേ? മാസത്തിന് വാടക. നില ഉഴുതുമറിക്കാനാണോ അത് കൊയ്യാനുള്ള യന്ത്രം? ഉഴുതുമറിക്കുന്നത് ട്രാക്ടർ ഉപയോഗിച്ച് കൊയ്ത്തിനുള്ള യന്ത്രം ഉണ്ടോ? കൊയ്ത്തിനുണ്ട്, പക്ഷേ ബ്രോക്കറിന്റെ പൈസ നമുക്ക് കൊണ്ടുവരും കർണാടകയിൽ നിന്ന്. കർണാടകയിൽ കൊണ്ടുവരുന്ന എല്ലാ മെഷീന്, ആ വലിയ മെഷീന്. വലിയ മെഷീൻ കൊണ്ടുവരും. ഓക്കെ ഓക്കെ. നമ്മുടെ ഇവിടെ ഇല്ല സാധനം? ഇവിടെ ഉണ്ട്, പക്ഷേ അധികം അപൂർവം ഓപ്പറേറ്റർമാർ കമ്മിയാണ്. ഓ, അത് ഒരുപാട് പരിപാടികളുണ്ടോ? എനിക്കാണോ ഓട്ടിക്കാൻ തന്നെ. ഈ റോട്ടിൽ കൂടെ പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, ലോറിയെ കയറ്റിക്കൊണ്ടേ. പക്ഷെ അതിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. കൊയ്യുന്നതും കണ്ടിട്ടുണ്ട്, ജസ്റ്റ് ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ഓപ്പറേറ്റർമാര് ഭയങ്കര അത്യാവശ്യമേ കുറച്ചേ ഉള്ളൂ. ഓഹോ ഹോ ഹോ, കൊള്ളാം കൊള്ളാം. എന്തായാലും പുതിയൊരു അറിവ് കിട്ടും. നമുക്കിനി അത് കാണുമ്പോൾ മെഷീൻ കാണുവാണെങ്കിൽ കാണാം എവിടെയില്ല. കൊയ്യുന്ന സമയത്ത് ഇനി വരാം. ഇവിടെ ഒരു മെഷീൻ കാണുന്നുണ്ടല്ലോ, അത് റോട്ടറാണ്, പൊടിക്കുന്ന സംഭവം. അതുപോലെ പൊടിച്ചിരിക്കും മണ്ണ്, മണ്ണിനെ ഉഴുതു മറിച്ചിട്ട് ഓ, മണ്ണ് പൊടിക്കും. പൊടിക്കുന്നതാണ്. ഓ ഓ, അത് റോട്ടർ എന്ന് പറയും. റോട്ടർ അല്ലേ? അത് മറ്റേ ട്രാക്ടറിന്റെ പുറകെ ഘടിപ്പിക്കും. ഓഹോ, പിന്നെ KG വീലൊക്കെ അത് സൈഡ് ടയർ അയച്ചിട്ട് മാറ്റുന്നതാണ്, ഇരുമ്പിന്റെ വീലിൽ മണ്ണിന്റെ. പൊതുവെ ഞാൻ ഒരു ചോദ്യം ചോദിച്ചത്, ഇവിടുത്തെ കൃഷിക്ക് ജൈവവളമാണോ അതോ പിന്നെ നമ്മുടെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ്? ജൈവമായിട്ട് അപൂർവം ജൈവമായിട്ട് ഇടുന്നുള്ളൂ. ആർട്ടിഫിഷ്യലായിട്ട് പിന്നെ ഗവൺമെന്റ് സബ്സിഡി കൊടുക്കുന്നുണ്ടല്ലോ. പണ്ടൊക്കെ ഞാൻ ചിലയിടത്ത് കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഉഴുതുന്ന സമയത്ത് ഈ കുറെ പാഴ്ചെടികൾ എല്ലാം കൂടെ ഈ ഇലകളൊക്കെ കൂടെ ആ പരിപാടി ഉണ്ടോ ഇവിടെ? ഉണ്ട്, ഇവിടെ ഉണ്ട്. പക്ഷേ ഈ ചളിയിൽ 2 സീസൺ ആണല്ലോ, പൊടിയിലും ചളിയിലുമാണ്. ചളിയിൽ ഈ പറഞ്ഞ പോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക, ജീർണിച്ചു പോകും വെള്ളത്തില്. പക്ഷെ പൊടിയിൽ ഇതുപോലെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് നമ്മൾ ആട്ടിന്റെ വളവോ പശുവിന്റെ വളവോ ഇടും. പൊടി എന്ന് പറഞ്ഞാൽ മഴക്കാലം അല്ലാത്ത അപ്പൊ ആ സമയത്ത് എന്ത് കൃഷി ചെയ്യുന്നത്? അല്ല, അത് 2 ഇതുണ്ടല്ലോ, 2 നെല്ലുണ്ട്. അതിന് വെള്ളം വേണ്ടാത്ത നെല്ലുണ്ട്. അതിലുണ്ട്. അങ്ങനെ 2 തരത്തിലുള്ള. അതില് വെള്ളം ഇപ്പൊ ഇങ്ങനെ പൊടിയിൽ കൊയ്യാണെങ്കിൽ വക്കല് കിട്ടും, ചളിയിൽ കൊയ്യാതെ വക്കല് കിട്ടില്ല. വക്കല് കിട്ടില്ല, അതാണ് പ്രശ്നം. ചാണകം ഉപയോഗിക്കാറില്ല? ചാണകം ഉപയോഗിക്കാറില്ല, കുറച്ചൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഈ കള വരുമെന്ന് ചാണകം ഉപയോഗിക്കുന്നത്. ഓ, കള പെട്ടെന്ന് വരും അല്ലേ? നമുക്ക് പതുക്കെ അങ്ങോട്ട് മാറിയല്ലേ? അപ്പോൾ ഓക്കെ ബ്രോ, പരിചയപ്പെട്ടതിൽ വലിയ സന്തോഷം. താങ്ക് യു. അതെ അതെ അതെ, എനിക്ക് ആ മുടി അങ്ങ് ഇഷ്ടപ്പെട്ടു. അടിപൊളി മുടിയായിട്ടുണ്ട്. ബിബിൻ എന്നാ പേര്. ആ ഓക്കെ, താങ്ക് യു. മുകളിലേക്ക് കയറാം അല്ലേ? കേട്ടോ. ആ, മുള കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ഗേറ്റ്, അത് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് കളപ്പുരയിലേക്ക് പോകാനായിട്ട്. ഒരു പഴയ കളപ്പുര. ഹായ്, ഇതല്ലേ സാറേ കളപ്പുര? ഇതാണ് കളപ്പുര. ആ ഓക്കെ ഓക്കെ. അതായത് ഈ മിറ്റമില്ലേ, ഈ മറ്റം ഇവിടെ ഇട്ടാണ് അവര് കറ്റ അടിക്കുന്നത്. ഓഹോ, കറ്റ അടിച്ചിട്ട് നെല്ലുണക്കും. നെല്ലുണക്കിയിട്ട് ഇത് ചാക്കുകളിലാക്കിയിട്ട് കളപ്പുരക്കകത്തോട്ട് കളപ്പുര സൂക്ഷിച്ചു വെക്കും. നമുക്കൊന്ന് കളപ്പുര ഒന്ന് കയറി കാണാം അല്ലേ? ഓക്കെ, ബാ. അപ്പോൾ ഇതാണ് കളപ്പുര. പേറ്റുന്ന സാധനല്ലേ? കെട്ടി വെക്കുന്നു. ഇത് പേറ്റല്ലേ? നെല്ല് പേറ്റുന്ന സാധനല്ലേ? മുറം. ഈ മുറമൊക്കെ ഒരു അപൂർവ കാഴ്ച. അതെ അതെ, ഇനി ഇവിടെ വന്നാൽ ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ. പിന്നെ പഴയ ഇതും ഉണ്ടല്ലേ? ഇതെന്താ മുറം മധുര തന്നെയാണ്. നെല്ല് കോരാനുള്ളത്, കോരി എടുക്കാനായിട്ടുള്ളത് അല്ലേ? ഇത് നെല്ല് കോരാൻ ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പൊ ഇത് വേറെ ടൈപ്പ്. ഇതെല്ലാം അതേപോലത്തെ അല്ലേ? അത് മറ്റേ പേറ്റാനായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും. പേറ്റാനായിട്ടുള്ള മുറം. ഓഹോ, നിലവിൽ അത് നെല്ലാണോ കാണുന്നത്? പഴയതാണ്. ഓ, ഉപേക്ഷിച്ച. ഓക്കെ ഓക്കെ. നിലവിൽ സൂക്ഷിച്ചിട്ടുണ്ടോ എന്തെങ്കിലും? നമ്മൾ സാധാ റൂമാണ് അല്ലേ? ഇത് ഒരു ഓഫീസ് റൂം പോലെ കൊയ്ത്ത് കഴിയുമ്പോൾ ഇതിനകത്താണ് നെല്ല് ശേഖരിക്കുന്നത് അല്ലേ? ഓക്കെ, നെല്ലുണ്ടല്ലേ? കുറച്ചകത്ത് സൂക്ഷിച്ചിട്ടുണ്ടെന്ന് വേണം നമുക്ക് നോക്കാം. കളപ്പുരയില് സൂക്ഷിച്ചേക്കുന്നത് അടിപൊളി. ഇത് ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞത് നമ്മൾ നെല്ല് എടുത്തിട്ട് ഇങ്ങനെ ഇത് ഉണക്കിയിട്ട് ഗവൺമെന്റ് ഇതിനൊരു തറവില നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ ഈ തറവില അനുസരിച്ചിട്ട് 28 രൂപയാണെന്ന് തോന്നുന്നു ഇപ്പൊ കിലോയ്ക്ക്. അപ്പൊ അങ്ങനെയാണെന്നാണ്, ആക്ച്വലി കറക്റ്റ് ആണെന്ന് അറിയില്ല. 28 രൂപയാണെന്ന് അതിന്റെ ഒരു ധാരണ, തറവില. അപ്പൊ ഈ വിലക്ക് ഗവൺമെന്റിൽ വിൽക്കും. ഓ, അങ്ങനല്ലേ? അപ്പൊ ചാക്കിൽ നിറയ്ക്കേണ്ടത്? ചാക്കിൽ നിറച്ച് അവര് ഏജൻസികൾ കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ഓഹോ, ഓക്കെ, കൊള്ളാം. എന്തായാലും ഇതുണ്ടോ സാർ അടുക്കി വെച്ചേക്കുന്നേ? ഇതുണ്ടോ? നേരത്തെ കണ്ട മൊറോ എല്ലാം അടുക്കി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട്. മച്ചൊക്കെ നല്ല പഴയ കാലത്തെ ആ തടി കൊണ്ട് തീർത്ത മച്ചും അടിപൊളി, ഒരു നൊസ്റ്റാൾജിയ. അപ്പോൾ നമുക്കിനി പതൊക്കെ പുറത്തേക്ക് ഇറങ്ങാം. അവിടെ എന്താ സാറേ?
ഇതെന്താ ഈ റൂം? ആ ഇവിടെ നമുക്ക് തേങ്ങാപ്പുര. തേങ്ങാപ്പുര. ഓഹോ. തേങ്ങയെല്ലാം സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലമാണോ? സൂക്ഷിച്ചു വെക്കുക. തേങ്ങ അടർത്തിയിട്ടെ ഇവിടെയാണ് അവർ ശേഖരിച്ചു വെക്കുന്ന സ്ഥലം. ഓ, പഴയ കാലത്തെ ചെമ്പ് പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ. പഴയ കാലത്തെ ചെമ്പ് പാത്രങ്ങളൊക്കെ. ഓക്കെ, കൊള്ളാം. ഓ, ഇത് തേങ്ങയുടെ ഒരു സെക്ഷൻ അല്ലേ? ഇതാണ് നമ്മുടെ വലിയ പണ്ട് ഓഫീസ് റൂമായിട്ട് ചെറുതായിട്ട് ഉപയോഗിച്ചിരുന്ന സ്ഥലം. ഇവിടെ ഇരിക്കും. ഓ, ധാന്യങ്ങളൊക്കെ സൂക്ഷിച്ച് നോക്കിയേക്കല്ലേ, കണക്കൊക്കെ വെച്ച്. ഉണർവൊന്നുമില്ല. ചെറിയൊരു ഒരു ടേബിളും 2 ചെയറും ഇട്ടിട്ടുണ്ടല്ലേ? ഓക്കെ, പഴയ ടേബിളും ചെയറും ഇറങ്ങല്ലേ അപ്പോൾ? ഓ, കൊള്ളാം. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഇതൊക്കെ കാണാൻ പറ്റില്ലോ. നമുക്കിറങ്ങാം സാറേ, ഇറങ്ങുമല്ലേ? ഓക്കെ. ഈ വഴിയിൽ എന്തോ സംഭവം ഉണ്ടല്ലോ. അവിടെ എന്തോ സാറേ ഉള്ളത്? കാളവണ്ടി. ഓ, അതൊരു അപൂർവ കാഴ്ചയല്ലോ. അപൂർവ കാഴ്ചയാണ്. കാരണം കേരളത്തില് പുതിയ തലമുറ കുട്ടികൾക്ക് ഇത് അറിയാത്തൊരു കാര്യമാണ്. കാളവണ്ടി പടത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അല്ല, തമിഴ്നാട്ടിലൊക്കെ പിന്നെ ഇപ്പം നിലവിൽ കാണാനുള്ളേ. കേരളത്തിൽ അങ്ങനെ ഞാനും കണ്ടിട്ടില്ല അധികം. നോക്കാം, ഷെഡിൽ സൂക്ഷിച്ചേക്കോ. കാളവണ്ടി പഴയ ഓർമ്മയ്ക്കായിട്ട് വെച്ചിരിക്കുന്ന അല്ലേ? കൊള്ളാലോ. അതിനോട് ചേർന്നൊരു BS സൈക്കിളും വെച്ചിട്ടുണ്ടല്ലോ. പിള്ളേരുടെ എന്തോ പുതിയ ഓർമ്മയ്ക്ക് വെച്ചേക്കുന്ന. അല്ല, ചെറുപ്പത്തിലെ മേടിച്ചായിരിക്കും. പഴയ സൈക്കിളാ. പുതിയതല്ല, ഒരുപാട് വർഷം പഴക്കമുള്ള സൈക്കിളാ. ഓക്കെ. ഇതിന്റെയൊക്കെ ഒരു വിഷയം ഇതാണ്, മെയിൻ്റനൻസ് ആണ് പ്രശ്നം. ഓ, ഇതിന്റെ മെയിൻ്റനൻസ് വിഷയമല്ലേ? പൊടി തട്ടിയൊക്കെ എടുക്കണം. ഇതിന്റെ ലോക്ക് ഇതിന്റെ ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ? എത്ര കാളകൾ വലിച്ചിട്ടുണ്ടാവും ഈ വണ്ടി അല്ലേ? ഒരുപാട് കാളകൾ വലിച്ച വണ്ടിയാണിത്. ഒരുപാട് കഥകൾ പറയാൻ കണ്ടു ഈ കാളവണ്ടിക്ക്. അപ്പം നമ്മൾ അങ്ങനെ കാളവണ്ടിയൊക്കെ കണ്ടു. കാളവണ്ടിയെ കുറിച്ച് എനിക്ക് ഓർക്കുന്നതേ, പണ്ടൊക്കെ കാളവണ്ടിയുടെ മത്സരങ്ങളില്ലായിരുന്നു, റേസിങ് പണ്ട് കാലങ്ങളിൽ. അല്ലേ? പ്രത്യേകിച്ച് ഉണ്ട്, ഇപ്പോഴുണ്ടോ? നമുക്കിപ്പോൾ നിലവിൽ തമിഴ്നാട്ടിലും അതോടൊപ്പം തന്നെ ആന്ധ്ര ഭാഗത്തൊക്കെ ഇപ്പോൾ കാളവണ്ടി കാണാനുള്ളൂ. കേരളത്തിൽ അങ്ങനെ റോട്ടിലൂടെ കാളവണ്ടി പോകുന്നത് അല്ലേ വളരെ വിരളമായിരിക്കും. ഇവിടെ ഉണ്ടോ റോഡിൽ? അല്ലേ, വളരെ വിരളമായിട്ട് കാണാം അല്ലേ? പാടശേഖരങ്ങൾ ഇപ്പൊ എല്ലാം തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതെ. കാണാൻ സാധ്യത കുറവാണ്. കേരളത്തിലെ മറ്റു ഭാഗങ്ങളിൽ കാളവണ്ടി ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ കണ്ടിട്ട് ഇത്ര വർഷം. തിരുവനന്തപുരത്തുണ്ടോ സാറോ? അല്ല, തിരുവനന്തപുരത്ത് എന്റെ ബാല്യകാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ കാളവണ്ടി ഇല്ല അവിടെ. ഞാൻ വർഷങ്ങളായല്ലോ കാളവണ്ടി കണ്ടിട്ട്. കുഞ്ഞുനാളിലെ കാളവണ്ടി കണ്ടേ. ഇവിടെ ഈ ചിറ്റൂര് കൊഴിഞ്ഞാമ്പാറ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലേ അവിടെ കുറച്ചും കൂടെ വീടുകളിലൊക്കെ ഉണ്ട്. ബോർഡർ ആയതുകൊണ്ട്, തമിഴ്നാട് ബോർഡർ ആയതുകൊണ്ട്. അതാണ് തമിഴ്നാട് ബോർഡർ ആയതുകൊണ്ട്. ഇപ്പൊ എല്ലായിടത്തും മെഷീൻ വന്നതോടെ, ഈ ട്രാക്ടറൊക്കെ വന്നതോടെ എല്ലാവരും ഇപ്പൊ അതിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. എളുപ്പമുണ്ട്, സമയവും പിന്നെ പണിക്കാരെ മെക്കനൈസേഷൻ വന്ന് പ്രൊഡക്ടിവിറ്റി കൂടും. നമുക്ക് ഏറ്റവും വലിയത് സമയവും ലേബറിന്റെ കോസ്റ്റുമാണ്. അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ പഴയ രീതിയിൽ നമ്മൾ പോയാൽ പറ്റില്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ മെക്കനൈസേഷൻ. കാലം മാറുന്നതനുസരിച്ച് അല്ലേ? എന്തായാലും കൊള്ളാം, ഒരു കാഴ്ചയൊക്കെ കാണാൻ പറ്റി. നമ്മളിനി തിരിച്ചു പോയല്ലേ? ഇനിയിപ്പോൾ വേറെ ഒന്നും ഫുഡ് കഴിക്കാം അല്ലേ? ഫുഡ് ലഞ്ചാണ്. രാവിലെ വെട്ടിയില്ലേ, അതിപ്പോ കറിയായിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് പിടിച്ച വാള, നമ്മൾ ആ കണ്ടല്ലോ താഴെ കണ്ടേ, അവിടെ നിന്ന് പിടിച്ച വാളയാണ് നമ്മൾ ഉച്ചയ്ക്ക് മീൻകറിയായിട്ട് കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കഴിച്ചിട്ട് ഇനി അടുത്ത് കഴിഞ്ഞ് പുറത്തേക്ക് പോകണം. ഗ്രാമങ്ങളിലേക്കൊക്കെ പറ്റുമെങ്കിൽ പോകണം. പിന്നെ സീതാർകുണ്ട് വെള്ളച്ചാട്ടമുണ്ട്. കുളിച്ച് ഇന്ന് കുളിക്കണം. 2 പ്രാവശ്യം വെള്ളച്ചാട്ടത്തിൽ പോയിട്ട് കുളിച്ചിട്ടില്ല, വയനാട് വെച്ചിട്ട്. അപ്പൊ ആ ഒരു സങ്കടം നമുക്ക് ഇവിടെ തീർക്കാം. തിരക്കുള്ള ഏരിയ ആണോ? ചിലപ്പോൾ ഉണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം, എന്താണെന്നുള്ളത് നോക്കാം. അപ്പൊ നേരെ ഇനി ഫുഡ് കഴിക്കുന്നു. ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള
നമ്മൾ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഒരുപാട് കറികളുണ്ട്. നമ്മൾ രാവിലെ പിടിച്ച മീൻ ഫ്രൈ, ഫിഷ് ഫ്രൈ ഉണ്ട്, ഫിഷ് കറി ഉണ്ട്, പപ്പടം ഉണ്ട്, സാമ്പാറുണ്ട്, പയറുണ്ട്, റൈസ്, അച്ചാറ്, വേറെ 2 കൂട്ടം കറിയുണ്ട്. എന്നാലും നമുക്കിനി കഴിക്കാം അല്ലേ? നല്ല വിശപ്പായില്ലേ? ആ പാടത്തോടെ ഒക്കെ നടന്നു കഴിഞ്ഞപ്പോഴത്തേനും സാറിന് വിശപ്പില്ലെന്ന് തോന്നുന്നു. സാറിന് ഒട്ടും വിശപ്പില്ലെന്ന് തോന്നുന്നു. എനിക്ക് മാത്രം വിശക്കുന്നുള്ളെന്ന് അറിയാം സാറ് പറയുന്നത്. ഞാനേ കഴിക്കുന്നുള്ളൂ. അതുണ്ടേ സന്തോഷമായിട്ടും കഴിക്കാൻ റെഡി ആയിട്ടിരിപ്പുണ്ട്. എന്തായാലും നമുക്ക് ഈ കുളത്തിൽ നിന്ന് മേടിച്ച മീൻ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ സാറേ? മീൻ കണ്ടപ്പോ മുതൽ സ്വാമിക്ക് വിശപ്പോടെ. ഇത് ഈ അരി വ്യത്യാസം ഉണ്ടല്ലോ. ഇത് എന്തെങ്ങനെ? ഇത് തമിഴ്നാട് പൊന്നി. പൊന്നി. ഓ പൊന്നിരി അല്ലേ? സാറതാണ് കഴിക്കുന്നത്? ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാ? ആ നല്ല കാര്യം. ഇവിടെ വന്നിട്ട് പിന്നെ ഇവിടുത്തെ ഫുഡ് കഴിച്ചാൽ മോശമല്ലേ അല്ലേ? ഇത് ജയ മട്ട. ജയ ആ നമ്മുടെ ഇവിടുത്തെ സാധാ അരി. ഓക്കെ. ഇതൊക്കെ ഉണ്ടാക്കി തന്നത് ആരാണ്? നമ്മുടെ സ്വന്തം അളിയനാണ് ഉണ്ടാക്കിയത്. അളിയനെ നമുക്ക് പരിചയപ്പെടാം. പുള്ളി ഇപ്പം ഇച്ചിരി തിരക്കിലാണ്. നമുക്ക് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ആ സമയത്ത് പരിചയപ്പെടാം. ആ ചേച്ചി കൂടെ ഉണ്ട്. ചേച്ചി പേര് പറ. റഷീദ. വീട് ഇവിടെ തന്നെയാ? ഓക്കെ. ഫിഷ് കറിയൊക്കെ വെച്ച് ചേച്ചിയാ? ആ ഓക്കെ. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം. അടിപൊളി തലയുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ആദ്യം സന്തോഷമായിട്ട് തല എടുക്കട്ടെ. എനിക്ക് കൂടുതൽ മതി. തല സന്തോഷമായിട്ട്. തല എടുത്തു. അതെ എനിക്ക് കൂടുതൽ മതി.